ഹായ് നമസ്കാരം, ഫാസിലാണ്. ഞാൻ വീട്ടിൽ നട്ടിട്ടുള്ള നമ്മളെ KG പേര അതിൽ കുറെ വിളവെടുത്തതാണ്. അപ്പൊ ഒന്ന് പാകമായിട്ടുണ്ട് ഏകദേശം. അപ്പൊ നമുക്ക് അതൊന്ന് മുറിച്ച് കട്ട് ചെയ്ത് നോക്കാം. കാരണം കൂടുതൽ പഴുത്ത് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഇല്ല. അപ്പോൾ ലേശം ചനച്ച് നിൽക്കുന്ന ടൈമിലാണ് ഇതിന് ടേസ്റ്റ്. അപ്പൊ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ വീട്ടിൽ നടാൻ പറ്റിയൊരു ഇനം തന്നെ കേട്ടോ നമ്മൾ ഈ KG പേര. നല്ല രീതിയിൽ തന്നെ കായ്ക്കും. വലിയ കാര്യമായിട്ടുള്ള വളർച്ച ഒന്നും കിട്ടില്ല. അപ്പൊ ഇത് ഞാൻ ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ മുമ്പ് വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ഇതിന് മാറ്റി നടാനുള്ള ഒരു പ്രായമായിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട് ചെടി. അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് എടുക്കട്ടോ. അപ്പൊ ഈ പേരക്ക വെറൈറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ലെയർ ചെയ്ത പ്ലാന്റുകളൊക്കെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ഫലം കിട്ടും കേട്ടോ. കുറെ കാലം നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. വെച്ചാൽ ഏത് വെറൈറ്റി നമുക്ക് നടാം. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ പേരക്ക കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അത് ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇത് എന്നുള്ള നമുക്ക് നോക്കാം. ഇതാ കണ്ടില്ലേ, വൈറ്റ് കളർ തന്നെയാണ് വരുന്നത്. ചെറിയൊരു പിങ്ക് നടുക്കൂടി പോയിട്ടുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കട്ടോ. നല്ല മധുരം ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാല് നമ്മളിത് ഇവിടെ റെയിൻ ഷട്ടർ ഉള്ളതിനെ കൊണ്ട് കൂടുതലായിട്ട് വെള്ളം ഇറങ്ങുന്നില്ലല്ലോ. അപ്പൊ തണ്ടില് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പേരക്കന്റെ മധുരമൊക്കെ പോകും. അപ്പൊ ഇത് വെള്ളം ഇറങ്ങാത്തതിനെ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.